അവധാനത എന്ന് പറയുന്നത് ഒരു വിഷയം. നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടാകുമ്പോ ചാടി അങ്ങോട്ട് ഇറങ്ങാൻ അതെന്താ ഏതാ ആരാ ഉണ്ടാക്കിയത് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ആലോചനയില്ലാതെ അവധാനതയില്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എടുത്തു ചാടിയാൽ ചിന്തിക്കാതിരുന്നാൽ പറയുന്ന വാക്കുപോലും സൂക്ഷിക്കണം. ഒരു മഹാൻ പറഞ്ഞത്, ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണ്. ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന്റെ പിന്നിലാണുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യം ചിന്തിക്കും, ഞാനിത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഞാനിത് പറയുന്നത് കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും കോളിളക്കം സൃഷ്ടിക്കപ്പെടുവോ എന്നാ വേണ്ട. ആലോചനയ്ക്ക് ശേഷമാണ് ഒരു നല്ല ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് പറയുക. എന്നാ വിഡ്ഢികളോ വിഡ്ഢികളുടെ ഹൃദയം തന്നെ അവന്റെ നാവിന്റെ തുമ്പിലാവുള്ളത്. വിഡ്ഢികളുടെ ഹൃദയം തന്നെ നാവിന്റെ തുമ്പിലാണ്. മറിച്ച് ഒരു ബുദ്ധിമാന്റെ നാവോ ഹൃദയത്തിന്റെ പിന്നിലാണ്. ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യം പറയുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നീട് പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യമില്ല, പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല, കാലു പിടിക്കേണ്ട ആവശ്യമില്ല, മാപ്പാക്കണമെന്ന് ഒരാളോടും പറയേണ്ടി വരില്ല. കാരണം അവൻ ബുദ്ധിമാനാണ്. 1000 വട്ടം ചിന്തിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. കാരണം അവന്റെ നാവിരിക്കുന്നത് ഹൃദയത്തിന്റെ ഭിത്തിക്ക് പുറകിലാണ്. നേരെ മറിച്ച് വിഡ്ഢിയോ അവന്റെ ഹൃദയം ഇരിക്കുന്നത് നാവിന്റെ അഗ്രഭാഗത്താണ്. അവൻ ഒന്നങ്ങോട്ട് പറയും, പിന്നെ ആലോചിക്കും, അല്ലാ വേണ്ടായിരുന്നല്ലോ എന്ന്, ഞാനത് പറഞ്ഞത് അബദ്ധമായല്ലോ എന്ന് പിന്നെ ചിന്തിക്കും. ഇത് അവധാനതയുടെ കുറവാണ്. ഒരു വിശ്വാസിക്ക് അത് ഉണ്ടാകാൻ പാടില്ല.